സാമ്പത്തിക വർഷത്തെ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുന്ന ഗ്രാമസഭയാണ് നടത്തുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എല്ലാവർക്കും ഗുണഭോക്തൃ ഫോം പഠിച്ച് വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നു. സുധീഷ് മെമ്പർ പറഞ്ഞതുപോലെ അംഗൻവാടിയിൽ ഫോം എത്തിക്കുകയുണ്ടായി. അപ്പോൾ ആ ഫോമിൻ്റെ എല്ലാം ഇവിടെ തിരിച്ച് എത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ജനറൽ ഭാഗത്തിന് ഈ പ്രാവശ്യം വ്യക്തിഗത ആനുകൂല്യങ്ങൾ കുറവാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയുന്ന ഒന്നാണ്. കാരണം എല്ലാവരുടെ ആഗ്രഹം വീട് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി ആ അപേക്ഷകളായിരിക്കും കൂടുതൽ പേര് ആവശ്യപ്പെടുക. പക്ഷേ ഈ പ്രാവശ്യം നമുക്കറിയാം നമ്മുടെ EMF പദ്ധതി ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലഘട്ടം വരെ. ആ പദ്ധതി നിർത്തലാക്കുകയും ഈ പദ്ധതി മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ വീട് കൊടുക്കുന്നതിനുള്ള കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന് വീടിന് 75,000 എന്നുള്ളത് 2 ലക്ഷമാക്കി ഉയർത്തി. അപ്പോൾ ആ 2 ലക്ഷമാക്കി ഉയർത്തിയത് മാത്രം കാര്യമായില്ല, നമുക്കതിനുള്ള ഫണ്ട് ഗവൺമെന്റ് അനുവദിച്ച് തരേണ്ടതുള്ളത് കൊണ്ട് നമ്മുടെ എണ്ണം വളരെ മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയ പഞ്ചായത്താണ് മസ്തൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് നിങ്ങൾക്കറിയാം. 23 വാർഡുള്ള പഞ്ചായത്താണ്. ആ 23 വാർഡിലും കൂടി നമുക്ക് കിട്ടിയ അനുവദിച്ചിരിക്കേണ്ട വീടിൻ്റെ എണ്ണം ജനറൽ വിഭാഗത്തിന് 20 എണ്ണമാണ്. അപ്പോൾ നമ്മളത് എങ്ങനെ കൊടുക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഏറ്റവും പാവപ്പെട്ടവരെ നോക്കി അർഹതയുള്ളവരെ നോക്കി മാത്രമാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അറ്റകുറ്റപ്പണി അതൊന്നും നമ്മളിപ്പോൾ ഈ പ്രാവശ്യം അപേക്ഷ സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷ സ്വീകരിച്ചവർക്ക് തന്നെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രാവശ്യം വീടിനും അതുപോലെ അറ്റകുറ്റപ്പണിക്കും എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇവർക്ക് കുറേ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വിഭാഗത്തിന് വീട് എല്ലാവർക്കും ലഭിക്കും. അതുപോലെ അറ്റകുറ്റപ്പണിക്ക് എല്ലാവർക്കും ലഭിക്കും. ഭൂമി വാങ്ങുന്നതിന് അപേക്ഷ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആട്, മുട്ടക്കോഴി എന്നിവ നമുക്ക് സ്ത്രീകൾക്ക് ചെയ്യാവുന്ന പ്രവർത്തികൾക്കെല്ലാം നമുക്ക് കണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ ഭാഗത്തിന് പച്ചക്കറി കൃഷി, അതുപോലെ തന്നെ കൂൺ കൃഷി, മാന്തോപ്പ് അങ്ങനെയുള്ള വിവിധ തൊഴിൽ സംരംഭങ്ങൾ അടങ്ങിയ ഒരു വ്യക്തിഗത ഫോമാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അംഗൻവാടി പ്രവർത്തനം ഇതിന് നമ്മൾ നിർബന്ധിതമായും പൈസ മാറ്റി വയ്ക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ EMF ലോൺ അടയ്ക്കണം നമ്മുടെ പഞ്ചായത്ത് എന്നുള്ളത് കുറേ പൈസ നിർബന്ധിതമായ പൈസ മാറ്റി വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ജനറൽ ഭാഗത്തിലേക്ക് വീട് കുറഞ്ഞു പോയി. അതുപോലെ തന്നെ നമുക്കറിയാം പല ഗ്രാമസഭകളിലും പറയുന്ന ലൈറ്റുകൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ അത് നമ്മൾ ഓട്ടോമാറ്റിക് സീലൈറ്റ് നമ്മുടെ നിയമമായിട്ട് നന്നാക്കാറില്ല. നമ്മളത് കൊട്ടേഷൻ വെച്ചിട്ട് അവരെ കമ്പനിയെ ഏൽപ്പിച്ച് കമ്പനി അവർ തന്നെ വന്ന് നമുക്ക് അത് നന്നായിട്ട് തരണം. അപ്പം അതിനുള്ള പ്രൊജക്റ്റ് ഒക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. അംബുജ സുന്ദരൻ കുന്നുകൾ, ശാന്താകരായകൻ വെള്ളാന്തമുരുകൾ, ശോഭന രവി കായലി മുരുവഴി, മണിസ്യ ചിന്നങ്ങത്ത് മുരുവഴി, വിജി പ്രിനീഷ് ഐക്കാടൻ മുരുവഴി, ശാന്തകുമാരി അറക്കൽ മുരുവഴി, ബാലൻ PC പനങ്ങാട്ടി മുരുവഴി, ആനി മാസ്കി പൂക്കുളത്തെ 8 അപേക്ഷ നേരത്തെ ലഭിച്ചിട്ടുള്ളത് ലിസ്റ്റ് തയ്യാറാക്കി. ഇനി വന്നിട്ടുള്ള അപേക്ഷകൾ കൂടിയുണ്ട്.